ഡെയിലി കറണ്ട് അഫയേഴ്സ് അനാലിസിസ് UPSC സിവിൽ സർവീസ് എക്സാമിനെ സംബന്ധിച്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ദിവസവും കറണ്ട് അഫയേഴ്സ് അനാലിസിസ് കണ്ട് മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോകാനാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലെ ലേണേഴ്സിൻ്റെ മെമ്പർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ലേണേഴ്സ് യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തായിട്ട് ജോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും. ഈ ഒരു ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് അനാലിസിസുകൾ മലയാളത്തിൽ എല്ലാ ദിവസവും കാണാൻ വേണ്ടി പറ്റും. അടുത്തൊരു വാർത്ത വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്. വൈക്കം സത്യാഗ്രഹം 2025 100 വർഷം തികയാണ്. അപ്പോൾ എന്താണ് ഈ സത്യാഗ്രഹം, എന്താണ് അതിന്റെ സിഗ്നിഫിക്കൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ ഓഥർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് നമ്മളുടെ വൈക്കം മഹാദേവ ടെമ്പിൾ, കേരളത്തിലെ വൈക്കം മഹാദേവ ടെമ്പിളിൽ നിന്നും അവിടെ ബാക്ക്വാർഡ് ഹിന്ദു കമ്മ്യൂണിറ്റീസിനെ പ്രവേശിക്കാൻ, അതിന്റെ അടുത്തൂടെ നടക്കാനുള്ള അനുവാദം പോലും ഉണ്ടായിരുന്നില്ല. അതിനെതിരെ നടത്തിയ വലിയൊരു പ്രതിഷേധമാണ്. അപ്പോൾ 1924 പെരിയാർ ഇ വി രാമസ്വാമി നായിക്ക് അദ്ദേഹം ഈ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുകയും അതിനൊരു മാസ് സ്ട്രഗിൾ ആക്കി മാറ്റുകയും സോഷ്യൽ ജസ്റ്റിസിനും റിലീജിയസ് ഫ്രീഡത്തിനുള്ള ഒരു മൂവ്മെന്റ് ആക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 1925 ഈ ഒരു സമരം അവസാനിച്ചത്. അതായത് ഈ ഒരു ടെമ്പിളിന്റെ അടുത്തുകൂടെ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള താഴ്ന്ന ജാതിക്കാർക്ക് നടക്കാനുള്ള അനുവാദം നൽകുകയും അത് ഈ ഒരു ബാക്ക്വാർഡ് കാസ്റ്റസിനെ, പ്രത്യേകിച്ച് പിന്നോക്ക ജാതികൾക്ക് റിലീജിയസ് പ്ലേസസിലേക്കുള്ള പോകുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന്റെ വലിയ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലായിട്ടാണ് ഇത് കാണുന്നതായിട്ടുള്ളത്. 1925 മഹാത്മാഗാന്ധിയും ഈ ഒരു വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് ഇതിനെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. അതും ഈ ഒരു സത്യാഗ്രഹത്തിന്റെ രാജ്യത്തിന്റെ ശ്രദ്ധ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ കാരണമായിട്ടുണ്ട്. ഇത് കൂടാതെ ഒരുപാട് കേരളത്തിലെ ലീഡേഴ്സ്, TK മാധവൻ, KP കേശവമേനോൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ലീഡേഴ്സും ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. അവരും ഈ ഒരു സത്യാഗ്രഹത്തിന്റെ മൊമെന്റം കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു റിലീജിയസ് ഫ്രീഡം നേടിയെടുക്കുന്നതിന് വേണ്ടി സഹായിച്ചിട്ടുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കുന്നതല്ലേ. അപ്പൊ ഇത്തരത്തിലുള്ള വൈക്കം സ്ട്രഗിൾ പോലുള്ള ഒരുപാട് സമരങ്ങള് രാജ്യത്തിന്റെ അകത്തും സംസ്ഥാനത്തിന്റെ നമ്മുടെ കേരളത്തിലൊക്കെ നടന്നിട്ടുണ്ട്. അംബാദേവി ടെമ്പിള്, അതുപോലെ തന്നെ കലാരം മന്ദിർ, അവിടെയൊക്കെ ഈ ടെമ്പിൾ എൻട്രിക്ക് വേണ്ടി ദളിത് മൂവ്മെന്റുകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഡോക്ടർ BR അംബേദ്കർ ഇതിൽ വളരെ പ്രധാനപ്പെട്ട റോള് പ്ലേ ചെയ്ത ആളാണ്. പ്രത്യേകിച്ചും ഭരണഘടനയുടെ നിർമ്മാണ സമയത്ത് ഇത്തരത്തിലുള്ള ഈ ഒരു സ്റ്റേറ്റ് ഇന്റർവെൻഷൻ, ഇത്തരത്തിൽ ഈ ഒരു റിലീജിയസ് സ്ഥലത്ത്, പ്രത്യേകിച്ചും ഹിന്ദു റിലീജിയസ് സ്ഥലത്ത് ഈ ഒരു ടെമ്പിൾ എൻട്രി അതുപോലുള്ള അവകാശങ്ങളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ടെമ്പിൾ എൻട്രി എന്ന് പറയുന്നത് ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് നടത്താൻ പറ്റണം എന്ന് ഉറപ്പുവരുത്താൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ് നമുക്ക് ഭരണഘടനയിൽ കാണാൻ പറ്റും. എന്നാൽ ഇതിനു മുന്നേ തന്നെ ട്രാവൻകൂർ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ 1936, മലബാർ ടെമ്പിൾ എൻട്രി ബില്ല് 1938, മദ്രാസ് ടെമ്പിൾ എൻട്രി ആക്ട് 1947 വന്നിട്ടുണ്ടായിരുന്നു. ഇത് പിന്നോക്ക ജാതിയിലുള്ള ആൾക്കാർക്ക് ടെമ്പിളുകളിൽ പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ട്, ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു എന്നുകൂടി ഓർത്തു വെക്കാൻ തന്നെ. അപ്പോൾ നിലവിൽ നമ്മുടെ ഭരണഘടനയിൽ നമുക്ക് സ്റ്റേറ്റ് റെഗുലേഷൻ, റിലീജിയസ് പ്രാക്ടീസസിനെ സ്റ്റേറ്റിന് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എല്ലാ വിഭാഗം ആൾക്കാർക്കും അവർ ഈക്വലി ആണ് അവിടെ എത്താൻ പറ്റുന്ന എല്ലാ ആൾക്കാർക്കും പബ്ലിക് ആക്സസ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയും, അതേസമയത്ത് റിലീജിയസ് പ്രാക്ടീസസിന്റെ ഒരു കോർ ഐഡിയാസിൽ സ്റ്റേറ്റിന്റെ ഇൻവോൾവ്മെന്റ് മിനിമൈസ് ചെയ്യുന്ന രീതിയിലുമാണ് നിലവിലുള്ളതെന്ന് കൂടി ഓർത്തുക. അതുപോലെ തന്നെ മദ്രാസ് ഹിന്ദു റിലീജിയസ് എൻഡോമെന്റ്സ് ആക്ട് 1927, തമിഴ്നാട് ഹിന്ദു റിലീജിയസ് ചാരിറ്റബിൾ എൻഡോമെന്റ്സ് ആക്ട് 1959 തുടങ്ങിയിട്ടുള്ളവയും ഈ ഒരു റിലീജിയസ് അഫയേഴ്സിൽ, പ്രത്യേകിച്ചും ഈ ഒരു മതപരമായിട്ടുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഈ ഒരു സ്റ്റേറ്റിനെ പ്രവർത്തിക്കാനുള്ള അല്ലെങ്കിൽ സ്റ്റേറ്റിന് ഇടപെടാനുള്ള അവകാശം നൽകുന്നുണ്ടെന്ന് ഓർത്തുക. ഈ ഒരു വിഷയത്തിൽ സുപ്രീം കോടതിയിൽ പല പ്രാവശ്യം ചാലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു മതപരമായിട്ടുള്ള വിഷയങ്ങളിൽ ഗവൺമെന്റ് ഇടപെടുന്നത്. അപ്പോൾ ഗവൺമെന്റിന്റെ ഇടപെടൽ എന്ന് പറയുന്നത്, അതായത് മതത്തുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ടെമ്പിൾസുമായി ബന്ധപ്പെട്ട സെക്യുലർ ആയിട്ടുള്ള ആസ്പെക്റ്റുകൾ ഇറസ്പെക്റ്റീവ് ഓഫ് റിലീജിയൻ ഫാക്ടേഴ്സ് അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റിന് അവകാശമുണ്ട് എന്ന് പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് 1954 ഷിരു മത്ത് കേസിലൊക്കെ സുപ്രീം കോടതി ഈ ഒരു വിഷയം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുകൂടി ഓർത്തു വെക്കുന്നതാണ്. അപ്പൊ ഈവൻ ഇന്ന് ഈ ഒരു റീഫോംസ് അതിന്റെ ഏറ്റവും പീക്ക് ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ നോൺ ബ്രാഹ്മിൻ കാസ്റ്റിലുള്ള പ്രീസ്റ്റുകളെ, പൂജാരിമാരെ അമ്പലത്തിൽ നിയോഗിക്കുന്നുണ്ട്. അതും സോഷ്യൽ ഇക്വാലിറ്റി, റിലീജിയസ് ഫ്രീഡത്തിന് അല്ലെങ്കിൽ റിലീജിയസ് സ്പേസസിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇതിനൊക്കെ വലിയ പ്രതിഷേധം വരുന്നുണ്ടെങ്കിലും അതൊക്കെ നടപ്പിലാക്കുന്നുണ്ട് എന്ന് കൂടി ഓർത്തുവെക്കുന്നതാണ്. അപ്പോൾ ഈവൻ ദോ ഇത്തരത്തിലുള്ള ഓർത്തഡോക്സ് റിലീജിയസ് കാറ്റഗറി അല്ലെങ്കിൽ ഓർത്തഡോക്സ് കാസ്റ്റ് ആൾക്കാരിൽ നിന്നുള്ള ഒപ്പോസിഷൻ വരുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ഓർത്തഡോക്സ് റിലീജിയസ് നോംസിനെ കാര്യമായിട്ടുള്ള മാറ്റം കൊണ്ടുവരുന്നുണ്ട്. ആ ഒരു കാസ്റ്റ് പിടുത്തത്തിൽ നിന്ന്, കാസ്റ്റുകളുടെ അല്ലെങ്കിൽ
കാസ്റ്റ് എന്ന് പറയുന്ന ആശയത്തിൻ്റെ ആ ഒരു കൺട്രോളിൽ നിന്നും സൊസൈറ്റിയെ റിലീസ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ വൈക്കം സ്ട്രഗിളിൻ്റെ ഈ 100-ാം വാർഷികമാണ് 2024-25 വരുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാസ്റ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള വലിയൊരു പ്രതിഷേധത്തിൻ്റെ ഒരു റിസൾട്ടായിട്ട് ഒരു ഓർമ്മയായിട്ട് നമുക്കിതിനെ കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അടുത്തൊരു വാർത്ത, ഇന്ത്യയിൽ ആ ഒരു റിലീജിയസ് കൺവേർഷൻ, പ്രത്യേകിച്ചും ടെമ്പിൾസ് അല്ലെങ്കിൽ മോസ്കുകളെ അതിൻ്റെ ആ ഒരു പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല പെറ്റീഷൻസ് ആണ് ഇപ്പോൾ കോടതിയിലേക്ക് വരുന്നത്. അതായത് അപ്പോൾ ഇതിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ഓൾറെഡി കോടതിയുടെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തുടർച്ചയായി പെറ്റീഷൻസ് വരുന്നത് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പെറ്റീഷൻസ് വന്നിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് ഉദാഹരണങ്ങളായിട്ട് ഈ ഒരു വിഷയമായിട്ട് കൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ 2020 ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.